ഇന്നലെ പുന്നമടക്കായലിൽ അട്ടിമറി വിജയമാണ് വിയപുരം ചുണ്ടൻ നേടിയത്. നെഹ്റു ട്രോഫി കിരീടത്തിൽ വിയപുരം മുത്തമിട്ടപ്പോൾ അതൊരു പുതിയ ചരിത്രമായി. ഹാട്രിക് നേടാൻ വേണ്ടിയുള്ള PBCയുടെ ശ്രമങ്ങളെല്ലാം പാഴായി എന്ന് മാത്രമല്ല വിയപുരം പുതിയ റെക്കോർഡിട്ടു. വമ്പൻ ആഘോഷ പരിപാടികളാണ് BBCയും കരക്കാരും ഒരുക്കുന്നത്. വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ക്യാമ്പിൽ ഇപ്പോൾ അശ്വിൻ പാലാഴിയുണ്ട്. അവിടെ ഇന്നലെ രാത്രി യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇവർക്ക് ആഹ്ലാദം കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ അഭിനന്ദനങ്ങൾ നമ്മുടെ അവിടുത്തെ ഈ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ എല്ലാ ആളുകൾക്കും നൽകിയേക്കുക. കാര്യം വലിയ വിജയമാണ്. അവരുടെ ആത്മാർത്ഥതയും അവരുടെ ആവേശവും മാത്രവുമല്ല അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരെ ഉണ്ടായിരുന്നു. അതെല്ലാം കടന്നാണ് ഇന്നലെ വലിയ വിജയം അവർ കരസ്ഥമാക്കിയതെന്ന് ഞാൻ അറിയുന്നു. അശ്വിൻ പാലാഴി ചേരുകയാണ് ക്യാമ്പിൽ നിന്ന്. പറയൂ. ഗുഡ് മോർണിംഗ്. എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ പറഞ്ഞതുപോലെ കഷ്ടപ്പാടിൻ്റെയും യാതനകളുടെയും കാലം പിന്നിട്ടാണ് ഈ BBCയിലേക്ക്, ഈ കരയിലേക്ക് വിയപുരം ചുണ്ടൻ ഇന്നലെ നെഹ്റു ട്രോഫി എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ വലിയ കഷ്ടപ്പാട് അതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ മൈക്രോ സെക്കൻഡിനാണ് വിയപുരം ചുണ്ടന് വില്ലേജ് ബോട്ട് ക്ലബിന് ആ നെഹ്റു ട്രോഫി നഷ്ടമായത്. 0.005 അത്രയും സെക്കൻഡ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ നെഹ്റു ട്രോഫി വഴുതിപ്പോയത്. അതിൻ്റെ വാശിയും വീറും സങ്കടവും എല്ലാം ഉള്ളിലൊതുക്കൊണ്ടുള്ളൊരു പരിശീലന കാലമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ BBCയുടെ ക്യാമ്പിലുണ്ടായിരുന്നത്. ചേട്ടാ, എത്രത്തോളം ആവേശത്തിലാണ് എന്തായാലും വീണ്ടും ഇപ്പോൾ ഇതാ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്? കൈനകരി എന്നുള്ള കരയുടെ അഭിമാനത്തിൻ്റെ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാധനം തരാതിരുന്നത് അത് ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ ഞങ്ങളുടെ പിള്ളേർ നേടിയെടുത്തൊരു വിജയമാണ്. നിറകണ്ണുകളോടെയാണ് കഴിഞ്ഞ തവണ ട്രോഫി വിട്ടുകൊടുത്തത്. അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും വൈറലാണ്. ഞങ്ങൾ ട്രോഫി വിട്ടുകൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ടൊരു തീരുമാനം അങ്ങനെ വന്നു. പക്ഷെ അതിൽ കോടതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഞങ്ങളാണ് ജയിച്ചതെന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസമുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 2 മണി വരെ 3 മണി വരെ ഒക്കെ ഈ ക്യാമ്പ് വലിയ ആഘോഷഭരിതമായിരുന്നു. അവർ പടക്കം പൊട്ടിച്ചും ഒക്കെ വലിയ ആഘോഷത്തിലേക്ക് അവർ പോയി. ഇന്നിപ്പോൾ ഈ കിട്ടിയ നെഹ്റു ട്രോഫി ഇവിടെയുള്ളവരുടെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണിക്കാനൊക്കെയായി കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അതുകൂടാതെ ഇതിനുള്ളിലൊക്കെ ചേട്ടാ, എന്തായി ട്രോഫി മറ്റുള്ള ആളുകളെയൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. എത്തുമോ? പിന്നെ ഉടനെ എത്തും. നമ്മളെന്തായാലും ആ ട്രോഫി പ്രേക്ഷകരെ കൂടി കാണിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു സ്കെയിൽ. എന്തായാലും അതിനുള്ളിൽ അവർക്ക് അവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒരാളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഇത് അവരുടെ ക്യാമ്പിലേക്ക് നോക്കിയാൽ ഇതുവരെ നേടിയ അവരുടെ ട്രോഫികളെല്ലാം ഉണ്ട്. ഏകദേശം 19ഓളം കിരീടങ്ങൾ, ട്രോഫികൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലേക്ക് ഇതാ ഇനിയിപ്പോൾ നെഹ്റു ട്രോഫി കൂടി വരുന്ന ഒരു ആവേശമുണ്ട്. നിങ്ങളൊക്കെ തുഴച്ചിലുണ്ടായിരുന്നവരാണ്. മൈക്രോ സെക്കൻഡിനാണ് തോപ്പിച്ചെങ്കിൽ നമ്മൾ തുഴപ്പാടിന് തോപ്പിക്കും, വള്ളപ്പാടിന് തോപ്പിക്കും. വില്ലേജ് മറുപടി കൂടിയാണ്. ഒരു മറുപടി ആയാൽ മറുപടി മാത്രമല്ല, ഇതൊരു തുടക്കമാണ്. വള്ളാത്തിരുത്തിക്കൊരു അനുഭവമാണിത്. എന്തായാലും കൈനേരി മാത്രം കപ്പ് കൈനേരിയിൽ കൊണ്ടുവരും. നമ്മുടെ വില്ലേജിന്റെ പിള്ളേർ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് കൊണ്ടുവരും. പിള്ളേർ കപ്പ് കൊണ്ടുവരും. എന്തായാലും എസ്കേൻ, കഴിഞ്ഞ തവണ അവർക്ക് പരാജയം സംഭവിച്ച വിയപുരം ചുണ്ടനിൽ തന്നെ ഇത്തവണയും തുഴയെറിഞ്ഞ് എന്തായാലും അഭിമാന നേട്ടമാണ് നേടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ ആഘോഷമാണ്. വരും ദിവസങ്ങളിലെല്ലാം വലിയ ആഘോഷത്തിലേക്ക് ഇവർ പോവുകയാണ്. ഇവിടെ ഈ ക്യാമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, കപ്പടിച്ച് കളം വിടൂ. അത് കഴിഞ്ഞ തവണത്തെ ആ തിരിച്ചടി അറിയാതെ കിട്ടി, അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല, ആ തോൽവി സമ്മാനിച്ചപ്പോൾ അവർ മനസ്സിൽ കുറിച്ച വാക്കുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെന്തായാലും അവർ സബലീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എസ്കേൻ, നമുക്ക് ആ കപ്പ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. നെഹ്റു ട്രോഫി ഇതാണ് നെഹ്റു ട്രോഫി. ഇന്നലെ ഇവർ അടിച്ച കപ്പ്. ചേട്ടാ, എന്ത് തോന്നുന്നു? ഇത് അഭിമാനമാണ് കയ്യിലിരിക്കുന്നത്, ഒരു നാടിൻ്റെ വികാരമാണ് കയ്യിലിരിക്കുന്നത്. കൈനഗിരിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. അത് ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയാൻ മേലാത്ത അത്രയും സന്തോഷമാണ്. കാര്യം കഴിഞ്ഞ വർഷം ഒരു പേപ്പർ കനത്തിനാണ് ഞങ്ങളുടെ ഇന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ ഒരു സാധനം കൊണ്ടുപോയത്. കൊണ്ടുപോയത് വിമാനം കയറിയിരിക്കുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിരിക്കും, ഒരു ആവേശം, ആർപ്പുവിളികളൊന്നും ഇല്ലാതെ. ആർപ്പുവിളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൗണ്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഉള്ള സൗണ്ടിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. വികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ആർപ്പ് വിളിച്ച് നമുക്ക് ലൈവ് അവസാനം എന്തായാലും ഇതാ വളരെ
ആവേശമാണ്, ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നവരുടെ അഭിമാനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പുലർച്ചെ 3 മണിവരെയൊക്കെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് ആർക്കും തന്നെ ശബ്ദമില്ല. എന്തായാലും ആ ഉള്ള ശബ്ദത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ അഭിമാനം ഇതാ നമ്മുടെ കയ്യിൽ 24 അഭിനന്ദനങ്ങൾ കൂടി BBC-ക്കും. താങ്ക് യു. അതാണ് ആവേശം നിറഞ്ഞ, അവരുടെ അഭിമാനം നിറഞ്ഞ, കണ്ണ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് SKN ക്യാമ്പിൽ നിന്ന് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.